വെരി ഗുഡ് മോർണിംഗ്. ഭാഗ്യലക്ഷ്മിയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നേതൃസ്ഥാനത്തേക്ക് വനിതകൾ വരണമെന്ന്. അതിന് പറയുന്ന ഒരു കാരണം ഈ വനിതകൾ സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ, ഈ പരാതികൾ എന്ന് പറയുമ്പോൾ ചേർത്ത് പിടിക്കാൻ കുറച്ചുകൂടിയും കഴിയും. പക്ഷേ അതിനൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, മോഹൻലാലിനോട് ഇതുവരെയുള്ള പരാതികൾ ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട് ആ ഒരു മാതൃക. കാരണം ഒരുപാട് പേർ പരാതിയുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെയുള്ള സാഹചര്യമായിരുന്നില്ല, ഇപ്പോൾ കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനു മുൻപ് മോഹൻലാലിനോട് ധൈര്യമുണ്ടായിരുന്നില്ല കാര്യങ്ങൾ തുറന്നു പറയാൻ. അപ്പോൾ ആ സ്ഥാനത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തുറന്നു പറയാൻ കെൽപ്പുള്ള ഒരാൾ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരാളാണ് അവിടേക്ക് വരേണ്ടത്, ഒരു സ്ത്രീയാണ് വരേണ്ടത്. മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്? ശ്രുതി ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലും ഒപ്പം തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകളും ഉണ്ടായതിന് പിന്നാലെയായിരുന്നു ഈ AMMA സംഘടനയിൽ നിന്നും ഒരു കൂട്ടരാജി നമ്മൾ കണ്ടത്. പക്ഷേ പിന്നീട് ഈ സംഘടനയുടെ തലപ്പത്ത് ആര് എന്നൊരു ചോദ്യം അത് ഉയർന്നുകൊണ്ടിരുന്നു. പല കോണുകളിൽ നിന്നും സ്ത്രീ മുന്നോട്ടേക്ക് വരണം, അല്ലെങ്കിൽ നേതൃനിരയിൽ സ്ത്രീ സാന്നിധ്യം വേണമെന്നത് നേരത്തെ തന്നെ ആവശ്യമായി ഉയരുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയും ഇതേ ആവശ്യം പറഞ്ഞിരിക്കുന്നത്. AMMAയിൽ മാത്രമല്ല, FEFCAയിൽ ഉൾപ്പെടെ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വേണമെന്നതാണ്. അതിന് പ്രധാനമായും പറയുന്ന കാരണങ്ങളും ഇതാണ്. പലപ്പോഴും ഈ WCC അംഗങ്ങൾ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പറഞ്ഞിരിക്കുന്നത് ഈ AMMA സംഘടനയിൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പരാതികൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഒപ്പം തന്നെ ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നതും അതാണ്. ഈ തലപ്പത്ത് ഇപ്പോൾ പ്രസിഡൻ്റായി മോഹൻലാൽ ഇരിക്കുമ്പോൾ പലപ്പോഴും പലരും അവിടെ എത്തുമെങ്കിലും മോഹൻലാലിൻ്റെ അടുത്തെത്തി ഒരു സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ പരം കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ പരാതിയോ പറയാൻ ഭയപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ നേതൃസ്ഥാനത്ത് ഒരു സ്ത്രീയാണെങ്കിൽ പരാതി പറയാൻ ഒരു മടിയുമില്ലാതെ, അല്ലെങ്കിൽ കൂടുതൽ അടുത്ത് ചേർന്നുകൊണ്ട് തന്നെ പരാതി പറയാൻ കഴിയുമെന്നത് തന്നെയാണ് ഭാഗ്യലക്ഷ്മി എടുത്തു പറയുകയും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു പുരുഷൻ എന്ന രീതിയിൽ അപ്പുറം ഒരു സ്ത്രീയാണ് ഈ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് എങ്കിൽ കൂടുതലായി ചേർത്ത് നിർത്താൻ പറ്റും. പരാതികൾ കേട്ടാലും അവരെ ഈ പരാതിയുടെ ഭാഗമായി തന്നെ കേൾക്കാനും അവരെ അറിയാനും അവരെ ചേർത്ത് നിർത്താനും കഴിയുന്നത് ഒരു സ്ത്രീ സാന്നിധ്യം തന്നെ ആയിരിക്കുമെന്നതാണ് ഭാഗ്യലക്ഷ്മി എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് AMMAയിലും ഒപ്പം തന്നെ FEFCAയിലും നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വേണമെന്ന ആവശ്യവും ഉയരുന്നത്. ഏതായാലും തുടക്കം മുതൽ തന്നെ സിനിമാ മേഖലയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. ഏതായാലും AMMA സംഘടനയിലേക്ക് ആര് നേതൃസ്ഥാനത്ത് എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്ത്രീ പ്രാതിനിധ്യം, അല്ലെങ്കിൽ സ്ത്രീ നേതൃസ്ഥാനത്ത് വരുമ്പോൾ അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ പറയുകയും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നിലവിൽ ഏതായാലും ഈ ആരോപണങ്ങളിലൊക്കെ തന്നെയും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ കഴമ്പില്ലാത്ത ഒരു അന്വേഷണം തുടരേണ്ടതുണ്ട്. ആരാണെങ്കിലും ഈ പറയുന്ന മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാവണമെന്നതാണ്. ചാർമിള അടക്കം കഴിഞ്ഞ ദിവസം സംവിധായകൻ ഹരിഹരനെതിരെ ഉൾപ്പെടെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ പരിശോധനകൾ നടത്തി നടപടികൾ വേഗത്തിലാക്കണമെന്നൊരു ആവശ്യം തന്നെയാണ്. കാരണം ഇത് കാലതാമസം ഉണ്ടാകാതെ തന്നെ പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തി ഈ ആരാണോ കുറ്റാരോപിതരായിട്ടുള്ളത് അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശക്തമായ നിയമം, അല്ലെങ്കിൽ നിയമ സംവിധാനം, നടപടികൾ അത് വേഗത്തിലാക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. നിലവിൽ ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ, ഏതൊക്കെ രീതിയിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാം എന്നത് തന്നെയാണ് സർക്കാരും ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു കോൺക്ലേവും സിനിമാ നയവും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും സർക്കാർ അറിയിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഏതായാലും ഇത്തരത്തിലുള്ള ആവശ്യം കൂടി ഈ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. ശ്രുതി, ശിശിര. ഓക്കെ, വ്യക്തമാണ് സുനിഷ. എന്തായാലും AMMAയുടെ തലപ്പത്തേക്ക് ഇനി ആര് വരും എന്നുള്ളത് തന്നെയാണ്. അതിൽ സ്ത്രീ വരണം, ഒരു സ്ത്രീ ആയിരിക്കണം അവിടെ ആ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നുള്ളത് ആവശ്യവും ശക്തമായിരിക്കുകയാണ്. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.